സർ, സിന്ധു നദീജല കരാർ അത് ഫ്രീസ് ചെയ്തതോടുകൂടി പാകിസ്ഥാന് വെള്ളം കിട്ടാത്തൊരു ദുരിതാവസ്ഥ ഉണ്ടാവും. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ഭീഷണിയായിട്ട് വരികയാണ്. ബ്രഹ്മപുത്രയിലെ വെള്ളം ചൈന നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു വലിയ ഭീഷണിയാണോ? അതെ, ഈ ബ്രഹ്മപുത്ര ഇന്ത്യയിലാണല്ലോ ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നത്. ചൈനയിലെ ടിബറ്റ് ആ മേഖലയിലൊക്കെ വേറെ പേരിലാണ് അത്. അപ്പോൾ മറ്റേ പാകിസ്ഥാൻ ഒരു ഭീഷണി ഇങ്ങനെ ഉയർത്തിയിട്ടുണ്ട്. നിങ്ങൾ സിന്ധു നദി ജലം ഞങ്ങൾക്കിട്ട് അത് വെച്ചിട്ട് പണിയുന്നുണ്ട് യുദ്ധം. ഞങ്ങൾ ചൈനയോട് പറഞ്ഞിട്ട് ഈ ബ്രഹ്മപുത്രയിലൊരു പണി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ്റെ ഒരു ഭീഷണി. പക്ഷേ ഇത് ചൈനയുടെ ഭാഗത്തു നിന്നുകൂടി ഈ ഭീഷണി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടർ ഷിക്കായ് ഹാ എന്ന് പറഞ്ഞ ആൾ വൈസ് പ്രസിഡൻറ്റ് സെൻറ്റർ ഫോർ ചൈന ആൻഡ് ഗ്ലോബലൈസേഷൻ, വൈസ് പ്രസിഡൻറ്റ് സെൻറ്റർ ഫോർ ചൈന ആൻഡ് ഗ്ലോബലൈസേഷൻ, ഇങ്ങനൊരു സംഘടനയുടെ വൈസ് പ്രസിഡൻ്റാണ് വിക്ടർ ഷിക്കായ് ഹാവോ. അങ്ങേര് കഴിഞ്ഞ ദിവസം പറയുകയാണ്, സ്വയം ഇഷ്ടപ്പെടാത്ത വിധം മറ്റുള്ളവരോട് പെരുമാറരുത്. കാരണം ഇപ്പോൾ സിനുവിനൊരു കാര്യം ഇഷ്ടമല്ല എന്നിരിക്കട്ടെ, അത് വേറൊരാളോട് കാണിക്കരുത് എന്നുള്ളതാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ ടുഡേയുമായിട്ടുള്ള ഒരു അഭിമുഖത്തിലാണ് അയാൾ ഇത് പറഞ്ഞത്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന വെള്ളം തടയുന്നത് പോലെ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്ന വെള്ളവും തടയാൻ കഴിയും. അയാൾ പറയുക, ചൈനക്കാരൻ, ഇന്ത്യ മറ്റുള്ളവർക്കെതിരെ നീങ്ങിയാൽ പകരവും അതുപോലെ തന്നെ തിരിച്ചടി കിട്ടും. അത് വലിയ വെല്ലുവിളിയായിരിക്കും എന്ന് പറഞ്ഞാൽ ചൈനയുടെ വെല്ലുവിളിയാണ്. ചൈനയുടെ വെല്ലുവിളിയാണ്. അപ്പോൾ ചൈനയ്ക്ക് നമ്മളിപ്പോൾ സിന്ധു, പിന്നെ ജലം, ഈ നദികൾ, ഇതൊക്കെ ഇപ്പോൾ പഞ്ചാബ് എന്ന് പറഞ്ഞിരുന്നത് തന്നെ 5 നദികൾ അവിടെ ഉള്ളതുകൊണ്ടാണല്ലോ. മുമ്പ് ഈ പഞ്ചാബ് എന്ന് പറഞ്ഞത് അത്യാവശ്യം ഒരു സാമ്രാജ്യം പോലെ കിടന്നതാണ്. കശ്മീരൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. ലാഹോറായിരുന്നു അതിൻ്റെ തലസ്ഥാനം വളരെ മുമ്പ്. അപ്പോൾ പിന്നെ ഈ മഹാരാജ രഞ്ജിത് സിംഗിൻ്റെയൊക്കെ കാലത്തൊക്കെ ഇത് വലിയ സാമ്രാജ്യം പോലെ കിടന്നിരുന്നതാണ്. 1960 കരാറ്, ഈ സിന്ധു നദീജല കരാറ്. അത് വേൾഡ് ബാങ്ക്, ലോക ബാങ്കാണ് ചെയ്തത്, മധ്യസ്ഥത വഹിച്ചത്. അതിൻ്റെ കൂടെ നമ്മൾ കുറേ കോടികളും 1000-1500 കോടിയോളം രൂപയും പാകിസ്ഥാന് കൊടുക്കേണ്ടി വന്നു കരാറിൻ്റെ ഭാഗമായിട്ട്, ലോക ബാങ്ക് മുന്നിട്ടിറങ്ങിയിട്ട്. സിന്ധു ജലം നദികളിപ്പോൾ പാകിസ്ഥാനിലെത്തുമ്പോൾ വളരെ താഴ്ന്ന ലെവലാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഒഴുക്ക്, കാര്യമായ ഒഴുക്കില്ല, ജലദൗർലഭ്യം ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വിളകളുണ്ടല്ലോ, സമ്മർ ക്രോപ്പുകൾ, വേനലിലെ വിളകൾ, അത് വലിയ പ്രശ്നമായിരിക്കും. വലിയ വിള കിട്ടാൻ സാധ്യതയില്ല എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് ബ്രഹ്മപുത്ര തടയാം എന്നാണ് പാകിസ്ഥാനും ചൈനയും പറയുന്നത്. പാകിസ്ഥാൻ ആദ്യം പറഞ്ഞു, പിന്നെ ചൈന പറഞ്ഞു. ഒരു മറ്റേ സെൻറ്റർ ഫോർ ചൈന ആൻഡ് ഗ്ലോബലൈസേഷൻ്റെ വൈസ് പ്രസിഡൻറ്റിനെ കൊണ്ട് പറയിച്ചതായിരിക്കുമല്ലോ ഓരോരുത്തർ. അപ്പോൾ ഈ ഷഹബാസ് ഷെറീഫിൻ്റെ സഹായി ഒരാൾ റാണ ഇഹ്സാൻ അഫ്സൽ, ഒരു വലങ്കയായിട്ട് പ്രവർത്തിക്കുന്ന ആൾ, കഴിഞ്ഞ വെള്ളിയാഴ്ച ടി വിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അയാൾ മറ്റേ വാണിജ്യ വ്യവസായ കോർഡിനേറ്ററാണ് ഷെറീഫിൻ്റെ. അയാൾ ടെലിവിഷനിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു, ചൈനയ്ക്കും ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് ഒഴുകുന്നത് തടയാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ലോകം മൊത്തം യുദ്ധത്തിലാകും. ഈ രണ്ടാമത്തെ വാചകം എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ബ്രഹ്മപുത്ര തടയാൻ വേണമെങ്കിൽ അവർക്ക് നോക്കാം, മണകളൊക്കെ കെട്ടാമായിരിക്കും, അവരത് ചെയ്യുന്നുണ്ടല്ലോ അരുണാചലിലുമൊക്കെ, അരുണാചലിൻ്റെ അപ്പുറത്ത്. പക്ഷെ ലോകം മൊത്തത്തിൽ യുദ്ധത്തിൽ വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല ഈ ബ്രഹ്മപുത്ര തടയുമ്പോൾ ചൈന. അപ്പോഴാണ് ഈ ചൈനക്കാരനും ഇത് വെല്ലുവിളിയായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ, അസം മുഖ്യമന്ത്രിന് നല്ല ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്. ബ്രഹ്മപുത്ര ഇന്ത്യയിൽ വരുമ്പോൾ ശോഷിക്കുകയല്ല ചെയ്യുന്നത്, ഇന്ത്യയിൽ വരുമ്പോൾ ബ്രഹ്മപുത്ര വളരുകയാണ് ചെയ്യുന്നത്, ചുരുങ്ങിയല്ല ചെയ്യുന്നത്. ചൈനയിലെ ബ്രഹ്മപുത്ര 30-35%
ഒഴുക്കേ ഉള്ളൂ. മഞ്ഞ്, പിന്നെ ടിബറ്റിലെ മഴ, ഇതൊക്കെ അതിനെ ബാധിക്കുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ വരുമ്പോൾ കാലവർഷം, പിന്നെ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലെ പോഷക നദികൾ, ഇതെല്ലാം കൂടി ബ്രഹ്മപുത്രയെ വളർത്തുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി വിശാലമാവുകയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലെത്തുമ്പോൾ. അപ്പോൾ ഇന്ത്യയിലെത്തുമ്പോൾ ബ്രഹ്മപുത്ര ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇത്തിരി കിട്ടിയാലും, ബ്രഹ്മപുത്ര ഒരു ഇത്തിരി കിട്ടിയാലും നമുക്കതൊരു സാഗരമാക്കി മാറ്റാമെന്ന്, അതാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം വടക്ക് കിഴക്ക് ബ്രഹ്മപുത്ര വലുതാവുന്നത് അവിടെ ധാരാളം നദികളുള്ളതുകൊണ്ടാണ് അല്ലേ. ഈ പത്മ തുടങ്ങിയ നദികളും ഒക്കെ അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇത് വലുതാകുന്നത്. പിന്നെ നമ്മൾ മൺസൂൺ ഇവിടെയാണല്ലോ ഉള്ളത്, ഇതിനെ വളർത്തുന്നത്. പിന്നെ ഹിമാലയം അല്ലേ, അവിടെ നിന്നുള്ള സംഗതികളും ഒക്കെ. ഇന്ത്യ ചൈന അതിർത്തിയിൽ ട്യൂട്ടിങ് എന്ന് പറഞ്ഞ മേഖലയിൽ 2000-3000 മീറ്ററാണ് ബ്രഹ്മപുത്ര ഒഴുക്ക്. 2000-3000 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 2000-3000 മീറ്ററാണ് ബ്രഹ്മപുത്രയുടെ ഒഴുക്ക് അതിർത്തിയിൽ, ഇന്ത്യ ചൈന അതിർത്തിയിൽ. അത് അസമിലെത്തുമ്പോൾ ഈ 2000-3000 മീറ്റർ 15000-20000 മീറ്റർ പെർ സെക്കൻഡായിട്ട് വർദ്ധിക്കുകയാണ്. അതിഭീകരമായിട്ടുള്ള വർധനവല്ലേ, 10 ഇരട്ടിയായിട്ട് മാറുന്നു. ചൈനയിൽ ബ്രഹ്മപുത്ര എന്താണോ അതിൻ്റെ 10 ഇരട്ടി ആയിട്ടാണ് അസം എത്തുമ്പോൾ വളരുന്നത്. അതാണ് അതിൻ്റെ ഡാറ്റ. അപ്പോൾ ചൈന തടഞ്ഞാൽ ഇന്ത്യക്കിത് സഹായമായിരിക്കും എന്നുള്ളതാണ്. കാരണം ഇവിടെ വളരുകയാണല്ലോ, തീരെ ഇല്ലാതെയും പോവില്ലല്ലോ. അസമിൽ വെള്ളപ്പൊക്കം കുറയും. ഇതാണ് ഹിമന്ത ബിശ്വ പറഞ്ഞത്. ഹിമന്ത ബിശ്വ ഇങ്ങനെ ഇപ്പോൾ ബംഗ്ലാദേശിനിട്ടും മറ്റേ യൂണിസിനിട്ടും പണിഞ്ഞല്ലോ. 2 ചിക്കൻ നെക്ക് അവിടെ ഉണ്ട്. നമ്മുടെ സിലിഗുരി ചിക്കൻ നെക്ക് ആക്രമിച്ചാൽ 2 അപ്പുറത്തുണ്ട്. അത് ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ പാകിസ്ഥാനിട്ടും ബംഗ്ലാദേശിനിട്ടും കൊടുക്കുന്ന പോലെ ഇപ്പോൾ ചൈനക്കിട്ടും കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ചൈന എന്താണ് ചെയ്യുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ടിബറ്റിൽ ബ്രഹ്മപുത്രയിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. നമുക്കിട്ട് പണിയാൻ വേണ്ടിയിട്ടാണിത്, അരുണാചലിലൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ. അവിടെ യാർലങ് സാങ്പോ എന്നാണ് ബ്രഹ്മപുത്രയുടെ പേര്. യാർലങ് സാങ്പോ ആ തുടക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ആ ജലവൈദ്യുത പദ്ധതി അല്ലെങ്കിൽ ഡാം പണിത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇന്ത്യയിൽ വെള്ളപ്പൊക്കം മൺസൂൺ കാലത്തൊക്കെ കൂടാം. മൺസൂൺ കാലത്ത് കുറച്ച് പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. പിന്നെ അരുണാചലിൽ എത്തുമ്പോൾ ഇത് ബ്രഹ്മപുത്രയായിട്ട് മാറുന്നുണ്ട്. പിന്നെ 3 ഗോർജസ് എന്ന് പറഞ്ഞ ഡാമിനേക്കാൾ വലുതായിട്ടാണ് ഇപ്പോൾ പുതിയ ഡാം പണിതുകൊണ്ടിരിക്കുന്നത് ചൈന. അപ്പോൾ ഈ 3 ഗോർജസ് ഡാമിലെ നിന്ന് കിട്ടുന്ന വൈദ്യുതിയേക്കാൾ 3 ഇരട്ടി വൈദ്യുതി അതിൽ കൂടി അവർ ചൈന ഉൽപ്പാദിപ്പിക്കും. 88.2 ബില്യൺ kWh × 3, അതാണ് 3 ഇരട്ടി എന്ന് പറയുന്നത്. പിന്നെ ഭക്ഷ്യസുരക്ഷ അതിനെ ചിലപ്പോൾ ബാധിക്കാനും സാധ്യതയുണ്ട്. അവർ ഡാം പണിതാൽ ഈ എക്കൽ വന്ന് അടിയുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സുരക്ഷാ ഭീഷണിയും ഉണ്ട് ഡാം ആയതുകൊണ്ട്. പിന്നെ ഹിമാലയത്തിലെ ഈ സീസ്മിക് ആക്ടിവിറ്റിയും ബാധിക്കാം ഈ ഡാം എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം ഈ ഗ്ലേഷ്യർ ഒഴുക്ക്, ഭൂകമ്പം, ഇതൊക്കെയാണല്ലോ സീസ്മിക്. ഹിമപാളികൾ അല്ലേ, ഭൂമിയുടെ പാളികൾ ഒക്കെ തെന്നിമാറാം എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആ ഡാം പണിയുമ്പോൾ ഉണ്ട്. അതിന് മറുപടിയായിട്ടാണ് നമ്മളിത് അരുണാചലിൽ വേറൊരു ഡാം നമ്മൾ തന്നെ പണിയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ കയ്യിൽ എല്ലാത്തിനും ബദലുണ്ടല്ലോ. ഒന്നാമത് നമ്മളിപ്പോൾ മറ്റേ അങ്ങോട്ടുള്ള ഒഴുക്ക് കുറെ കാലം മര്യാദക്കൊക്കെ തുടരും. നമ്മൾ കുറേ ഡാമുകൾ സിന്ധു നദിയിൽ പണിയുന്നത് വരെ അത് നമ്മൾ പണിയണം. ബ്രഹ്മപുത്രയിൽ അവർ പണിയുമ്പോൾ നമ്മളതിന് ബദൽ പണി ഇവിടെയും കൊടുക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ 10 ഇരട്ടിയായിട്ട് ബ്രഹ്മപുത്ര വളരുകയാണ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി
പാകിസ്ഥാനിലെ മദ്രസ പൊട്ടന്മാർക്ക് വിവരമില്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.